നമസ്കാരം. ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. 2025 സമാധാന നോബൽ സമ്മാനം വെനസ്വേലൻ നേതാവ് മരിയ കൊറീന മെച്ചോഡയ്ക്ക് ലഭിച്ചു. മരിയ കൊറീന വെനസ്വേലൻ പ്രതിപക്ഷ നേതാവാണ്. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി അവർ അക്ഷീണം പ്രവർത്തിച്ചതിനാണ് പുരസ്കാരം. സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കാനുള്ള അവരുടെ പോരാട്ടത്തിനാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് എന്ന് കമ്മിറ്റി പ്രഖ്യാപനത്തിൽ പറഞ്ഞു. പ്രഖ്യാപനം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ തെരഞ്ഞത് ആരാണ് മരിയ കൊറീന മെച്ചാഡോ എന്നതാണ്. മരിയ കൊറീന മെച്ചാഡോ വെനസ്വേലയിലെ പ്രമുഖ പ്രതിപക്ഷ വനിതാ നേതാവും വ്യവസായികയും എഞ്ചിനീയറുമാണ്. വെനസ്വേലയിലെ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മരിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനു വേണ്ടി വാദിച്ചുകൊണ്ട് മരിയ കൊറീന മെച്ചാഡോ സർക്കാരിനെതിരായ സുമേറ്റ് സംഘടന സ്ഥാപിച്ചു. 2010 മുതൽ 2014 വരെ വെനസ്വേലയിലെ ദേശീയ അസംബ്ലിയിൽ അംഗമായി അവർ സേവനമനുഷ്ഠിച്ചു. അവിടെ ചാവോസ് മുഡോറോ ഭരണകൂടങ്ങളെ തുറന്നു വിമർശിക്കുന്നതിനും ജനാധിപത്യ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനും മുൻപന്തിയിൽ നിന്നിരുന്നു. ലിബറൽ പ്രതിപക്ഷ പാർട്ടിയായ വെനസ്വേലയുടെ ദേശീയ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. പിന്നീട് സ്വയ വെനസ്വേല സഖ്യത്തിലും രാജ്യത്തെ ജനാധിപത്യ അനുകൂല ശക്തികളെ ഒന്നിപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇത്ര ചർച്ചയാകാൻ തന്നെ കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് തന്നെ പറയാം. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റും അനുയായികളും സജീവമായിരുന്നു. ഇത് ആളുകളിലേക്ക് ഏറെ ആകാംക്ഷ നിറച്ചു. പാകിസ്ഥാൻ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിരുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് താനാണ് അർഹനെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും 9 മാസത്തിനുള്ളിൽ നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. 9 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങൾ പരിഹരിക്കാൻ ചരിത്രത്തിൽ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാൽ 8 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മാനം നേടാൻ സാധ്യതയില്ലെന്ന് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വിദഗ്ധനായ സ്വീഡിഷ് പ്രൊഫസർ പീറ്റർ വാലൻസ്റ്റീൻ അഭിപ്രായപ്പെട്ടിരുന്നു. ട്രംപ് പലപ്പോഴും താൻ പല ആഗോള പ്രശ്നങ്ങളും പരിഹരിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വർഷം അദ്ദേഹത്തിന് സമ്മാനം ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത വർഷം അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ ലഭിച്ചേക്കാമെന്നും പ്രൊഫസർ വാർത്താ ഏജൻസിയായ AFP-നോട് പറഞ്ഞിരുന്നു. ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സമാധാന സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ, തായ്ലൻഡ് കംബോഡിയയിലെ അതിർത്തിയിലെ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ലോകം നേരിടുന്ന പ്രശ്നങ്ങളാണ്. 2024 ലോകത്ത് നടന്ന യുദ്ധങ്ങളുടെ എണ്ണത്തേക്കാൾ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. ഈ വർഷം നൊബേൽ സമാധാന സമ്മാനത്തിനായി ആകെ 338 വ്യക്തികളും സംഘടനകളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലിസ്റ്റ് 50 വർഷത്തേക്ക് രഹസ്യമായി സൂക്ഷിക്കും. നിയമനിർമ്മാതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, മുൻകാല സമ്മാനാർഹർ, ചില അക്കാദമിക് വിദഗ്ധർ, നോബൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. 2024 ആണവ നിരായുധീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് ജപ്പാനിലെ അണുബോംബാക്രമണത്തിൽ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡൻഗെ ആണ് സമ്മാനം നേടിയത്. ഈ വർഷം സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിച്ചിട്ടുള്ളവർ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. സുഡാനിലെ എമർജൻസി റെസ്പോൺസ് റൂം. യുദ്ധത്തിലും ഭക്ഷ്യക്ഷാമത്തിലും അകപ്പെട്ട സാധാരണക്കാരെ സഹായിക്കാൻ ജീവൻ പണയം വെക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ശൃംഖലയാണിത്. യൂലിയ നവൽനിയ, അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയയുടെ ഭാര്യ. ഓഫീസ് ഫോർ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് തെരഞ്ഞെടുപ്പ് നിരീക്ഷണം നടത്തുന്നതിലൂടെ അറിയപ്പെടുന്ന സംഘടനയാണ് ഇത്. നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ അഫയേഴ്സിലെ ഡയറക്ടർ ഹൽവാർഡ് ലീറ 2025 നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വർഷം അധിക വിവാദങ്ങൾ ഉണ്ടാക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത. മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, പത്രസ്വാതന്ത്ര്യം, സ്ത്രീകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ക്ലാസിക് സമാധാന ആശയങ്ങളുമായി യോജിക്കുന്ന ചെറിയ ശ്രമങ്ങൾക്ക് കമ്മിറ്റി മുൻഗണന നൽകുന്ന പ്രവണത ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കളെ വെല്ലുവിളിക്കുന്ന ഒരു ആഗോള ക്രമത്തെ പിന്തുണയ്ക്കാൻ ഈ വർഷത്തെ സമാധാന സമ്മാനം കമ്മിറ്റി ഉപയോഗിക്കാം എന്നും ചിലർ സൂചിപ്പിച്ചു. അത്തരം സാധ്യതകളിൽ ഉൾപ്പെടുന്ന ചില പേരുകളും ഇതിലേക്ക് വന്നിരുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, UNHCR,
UNRWA, പാലസ്തീൻ ദുരിതാശ്വാസ ഏജൻസി എന്നിവരാണ് അത്. മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്, റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പോലുള്ളവയ്ക്ക് സമാധാന സമ്മാനം നൽകി ആഗോള നീതിക്കോ പത്രസ്വാതന്ത്ര്യത്തിനോ കമ്മിറ്റി അംഗീകാരം നൽകിയേക്കാം എന്നായിരുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപ്, ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇമ്രാൻഖാൻ, ഇലോൺ മസ്ക്, അൻവർ ഇബ്രാഹിം എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിലേക്ക് ഉയർത്തിക്കാട്ടുന്ന ആളുകളും ഉണ്ടായിരുന്നു. വളരുന്ന ഇരുട്ടിന്റെ നടുവിലും ജനാധിപത്യത്തിന്റെ ജ്വാല ജ്വലിപ്പിച്ചു നിർത്തുന്ന ഒരു സ്ത്രീയുടെ കൈകളിലേക്കാണ് ഇത്തവണ സമാധാന നോബൽ പോകുന്നത് എന്ന് മച്ചാഡോയുടെ വിജയത്തെക്കുറിച്ച് കമ്മിറ്റി പറഞ്ഞു. അതുപോലെ ഈ വർഷത്തെ നൊബേൽ സമ്മാനം ഉചിതമായ കൈകളിലാണ് എത്തിയിരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ വഴി ആളുകളും പ്രതികരിച്ചിട്ടുണ്ട്.